ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുദർശനൻ മേഴത്തൂർ. പിതൃകർമ്മം എവിടെ ചെയ്യാം? ഇതെല്ലാവരെയും സംബന്ധിച്ച് വളരെ വലിയ ഒരു സംശയം ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. കർക്കിടക വാവുബലി എവിടെ നിർവഹിക്കാം? അല്ലെങ്കിൽ വാർഷിക ശ്രാദ്ധങ്ങൾ, വർഷത്തിൽ വരുന്ന ശ്രാദ്ധങ്ങൾ എവിടെ നിർവഹിക്കാം? ഇതൊക്കെ ധാരാളം പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. ഫോണിലൂടെയും മറ്റുമൊക്കെ തന്നെ പലരും വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഈ വിഷയമൊക്കെ തന്നെ. ഇതിന് ഏറ്റവും നല്ലൊരു ഉത്തരം പറയാനുള്ളത് സംശയമില്ല, സംശയഭേദമന്യേ പറയാവുന്ന ഒരു കാര്യം, പുറവന്മാരൊക്കെ പറയാറുണ്ട്, ഇല്ലവും വല്ലവും നെല്ലിയും, ഇത് മൂന്നും അത്രേ പിതൃകർമ്മം അനുഷ്ഠിക്കാനുള്ള ഉത്തമമായ ഇടങ്ങൾ. എന്താ ഈ ഇല്ലം വല്ലം നെല്ലി? ഒരു ചൊല്ല് തന്നെ ഉണ്ടാ, എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇല്ലം സ്വഗൃഹമാണത്രേ, അവരവരുടെ വീട്. വല്ലം തിരുവല്ലത്തെയാണ് എന്ന് പറയുന്നു. നെല്ലി വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം. ഇത് മൂന്നും വളരെ ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ് അത്ര. അതിൽ ആദ്യം തന്നെ പറയണത്, നമ്മളൊന്ന് ചിന്തിച്ചാൽ ഈ ചോദ്യത്തിന് വലിയൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം പിതൃകർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഇടം അവരവരുടെ ഗൃഹങ്ങളാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആരും ഈ സംശയം അധികം ചോദിക്കേണ്ട കാര്യമില്ല. സ്വന്തം വീട്ടിൽ ചെയ്യാമോ, അല്ലെങ്കിൽ വീടുകളിൽ പവിത്രമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്ന ഏതൊരു സ്ഥലത്തിരുന്നും പിതൃകർമ്മം ചെയ്യും. പിതൃകർമ്മം എന്ന് മാത്രമല്ല, ഹൈന്ദവരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും യഥാർത്ഥത്തിൽ അവരവരുടെ ഗൃഹങ്ങളിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളുടെ ചോറൂണ് കർമ്മങ്ങളാവട്ടെ, വിവാഹം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളാവട്ടെ, ഒക്കെ ഗൃഹങ്ങളിൽ ആചരിച്ചിരുന്ന കർമ്മങ്ങളാണ്. വളരെ അടുത്ത കാലത്താണ് തോന്നുന്നു ഇതൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത്. സൗകര്യങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആചാരബദ്ധമായിട്ട് നിർവഹിക്കാൻ ഗൃഹങ്ങളിൽ അതിനു പറ്റിയ അന്തരീക്ഷങ്ങൾ ഇല്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആചാര്യന്റെ സാന്നിധ്യം ലഭിക്കുന്നത് കൊണ്ടാവാം. ഇതൊന്നും നമ്മൾ ക്ഷേത്രങ്ങളിൽ ആചരിച്ചിരുന്ന കർമ്മങ്ങളായിരുന്നില്ല ഒരു കാലത്ത് തന്നെ പറയാം. ഇപ്പോഴാവാം അതൊക്കെ ഏറെ ക്ഷേത്ര കേന്ദ്രീകൃതങ്ങളായത്, കുറച്ചുകൂടെ സാംസ്കാരിക പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെയ്യണതുകൊണ്ട് തെറ്റൊന്നുമില്ലെങ്കിലും അവരവരുടെ ഗൃഹങ്ങൾ ഏറ്റവും ഉത്തമമായ സ്ഥലങ്ങളാണ്. ഫ്ലാറ്റുകളിൽ അവരവർക്ക് ലഭ്യമായ സ്ഥലത്ത് സൗകര്യത്തിൽ, അല്ലെങ്കിൽ കോറിഡോറിലോ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ ഒക്കെ സൗകര്യം ലഭിക്കുന്ന ഒരു സ്ഥലം ശുദ്ധമായി ഒന്ന് തെളിച്ച് വൃത്തിയാക്കിയാൽ അല്പമായ സൗകര്യങ്ങൾ കൊണ്ട് ഒരു പ്ലേറ്റും ഒരു ഗ്ലാസ്സിൽ ജലവും അല്പം തുളസിയോ ചെറുളയോ പുഷ്പങ്ങളും അല്പം പച്ചരിയും എള്ളും കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ അനുഷ്ഠിക്കാം. അതിനിപ്പോ ലഭ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ. മറ്റൊരു അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ചെയ്യുന്ന ആളുടെ ശ്രദ്ധയും സമർപ്പണത്തിനും ആണ് അതിൽ പ്രാധാന്യം. വിശേഷ ഇടങ്ങളിൽ പോകണ്ടെന്നല്ല, അതിന് സാധിക്കാത്തവർക്ക് തീർച്ചയായും വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ പിതൃകർമ്മം അനുഷ്ഠിച്ച് തീർച്ചയായും അവരവരുടെ പിതൃക്കളുടെ അനുഗ്രഹം നേടാം. ഇനിയിപ്പോ വിശേഷമായ സ്ഥലങ്ങളിൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പിതൃകർമ്മം ചെയ്യേണ്ട കാര്യമില്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഉത്തരവാദിത്തം കൂടിയാണ് ഈ ഒരു വിഷയം ആദ്യം സൂചിപ്പിക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ ഇടം ഇല്ലം, അവരവരുടെ ഗൃഹം, അല്ലെങ്കിൽ ആ പിതൃക്കളൊക്കെ ജനിച്ചു വളർന്ന് അവരുടെ സാന്നിധ്യമൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരിടമായിരിക്കുമല്ലോ ആ ഗൃഹം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ തരംഗങ്ങളൊക്കെ മരിച്ചാലും അവരുടെ ഓർമ്മകളൊക്കെ തന്നെ തളം കെട്ടി കിടക്കുന്ന ഒരു ശ്രേഷ്ഠമായ ഇടമാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് തെക്കോട്ട് തിരിഞ്ഞിരുന്ന്, അല്ലെങ്കിൽ ഒരു ദൂഷണില്ല ഒരു നാക്കിലെയൊക്കെ തന്നെ ഇട്ട് അല്പം ദർഭയൊക്കെ തന്നെ തെക്കോട്ട് ഇങ്ങനെ തലവെച്ച് അവരെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് നൽകുന്ന ഓരോ ബലിപിണ്ഡങ്ങളും തീർച്ചയായും അവർ സ്വീകരിക്കും എന്നതിൽ സംശയമില്ല. ഇനി അതിനോടനുബന്ധിച്ച് പുണ്യസ്ഥലങ്ങൾ ധാരാളം ഉണ്ട്, അതും പറയാതിരിക്കാൻ വയ്യ. ഇല്ലം വല്ലം നെല്ലി എന്നാണല്ലോ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ തിരുവല്ലം പരശുരാമസ്വാമിയുടെ ആ സാന്നിധ്യം കൊണ്ടൊക്കെ തന്നെ അനുഗ്രഹീതായ വൈഷ്ണവ സങ്കേതം, അതും വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം തന്നെയാണ്. രണ്ടാമത്തേതാണ് വല്ലം. അത് കഴിഞ്ഞാൽ നെല്ലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വയനാട് ജില്ലയിലെ അതിശ്രേഷ്ഠമായ പ്രകൃതി സൗന്ദര്യമൊക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നതായ ആ തിരുനെല്ലിയുടെ അതിശ്രേഷ്ഠമായ അന്തരീക്ഷം, അതും വളരെ ശ്രേഷ്ഠമാണ്. പിന്നീട് അനവധിയായ ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ, വർക്കല പാപനാശനം പോലെ, തിരുമുല്ലവാരത്ത് ഭഗവാന്റെ സന്നിധിയില്, ആലുവ മണപ്പുറം പോലെയുള്ള വിശേഷങ്ങളായ ഇടങ്ങളില്, പാലക്കാട് പാമ്പാടി ഐവർമഠം എന്ന് പറഞ്ഞ വിശേഷമായ സ്ഥലം, തിരുനാവായിലും നാവാമുകുന്ദന്റെ സന്നിധിയിലും തവനൂരും ഒക്കെ തന്നെ വളരെ ശ്രേഷ്ഠങ്ങളായ ഇടങ്ങളാണ്. കേരളത്തിലെ നിരവധിയായ ഇടങ്ങൾ പിതൃകർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആയതിടങ്ങളിലും ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലോ അല്ലാതെ അവരവർ മനസ്സിലാക്കിയതായ തത്വങ്ങളെ ഒക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ഏതിടം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ലക്കം നിങ്ങളോടായിക്കൊണ്ട് സംസാരിക്കേണ്ടായത്. തീർച്ചയായും അവരുടെ ഗ്രഹങ്ങളും ഈ പുണ്യധാമങ്ങളും ഒക്കെ യോഗ്യങ്ങളായ സ്ഥലങ്ങൾ തന്നെയാണ്. ആയതെല്ലാം തന്നെ ചെയ്ത് പരിമിതമായ സ്ഥലങ്ങളിലായാലും സൗകര്യങ്ങളിലായാലും മുടക്കാതെ കണ്ട് പിതൃകർമ്മം അനുഷ്ഠിക്കാൻ, ആചരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ ദർശിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. നമസ്കാരം. ഞാൻ സുദർശനൻ മേഴത്തൂർ. ശ്രാദ്ധമൂട്ടുന്നതിന്റെ പ്രാധാന്യം എന്ന വിഷയം പലരും അന്വേഷിച്ചിരുന്നു. ആദ്യം നമുക്ക് ഇതിന്റെ മാഹാത്മ്യത്തെ ഒന്ന് മനസ്സിലാക്കാം. എപ്പോ മുതൽക്കാണ് ഈ ശ്രാദ്ധമൂട്ടൽ ആരംഭിച്ചത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതേ സംബന്ധിച്ചൊരു കഥ തന്നെ പുരാണത്തിൽ പറയപ്പെടുന്നുണ്ട്. അത്രിയുടെ വംശത്തിൽ ജനിച്ച അതിശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു നിമി മഹാരാജാവ്. നിമി മഹാരാജാവട്ടെ ശ്രീമാൻ എന്നു പേരുള്ള സർവഗുണസമ്പന്നനായ തന്റെ പുത്രനെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചിരുന്നു. ശ്രീമാൻ എന്ന തന്റെ മകന്റെ മരണം രാജാവിനെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമായിട്ട് മാറി. ആ മകന്റെ പ്രേതാത്മാവ് ഏറെക്കാലം ഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് ഗതിയില്ലാതെ നടന്നു പറയപ്പെടുന്നുണ്ട് ആ കഥയില്. ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ട് രാജാവ് 7 ബ്രാഹ്മണരെ വിളിച്ച് അവർക്ക് ഭോജനം കൊടുത്തു. അവരുടെ നിർദ്ദേശത്താൽ തെക്കോട്ടേക്കായി തെക്ക് ദിക്കിലേക്കായി ദർഭ വിരിച്ച് തന്റെ മകൻ ശ്രീമാനെ മനസ്സിൽ ധ്യാനിച്ച് മകന്റെ പേരും ഗോത്രവും നക്ഷത്രവും ഒക്കെ പറഞ്ഞ് ഓരോ ഉരുളകളായി ബലിച്ചോറുകൾ ഉരുട്ടി വെച്ച് മകനെ ധ്യാനിച്ചു കൊടുത്തപ്പോ പ്രേതഗതിയിൽ നിന്ന് പുത്രൻ മോക്ഷഗതിയിലേക്ക് പ്രാപിച്ചു എന്നൊരു കഥ പറയുന്നുണ്ട്. ആ നിമി മഹാരാജാവിൽ പ്രീതനായിക്കൊണ്ട് പിതൃഗണങ്ങൾ അനുഗ്രഹിച്ചു എന്നും തന്റെ പൂർവികന്മാരാരും ഇപ്രകാരം ചെയ്തില്ല, അതാദ്യമായി അനുവർത്തിച്ചത് നിമി മഹാരാജാവാണെന്നുള്ളതുകൊണ്ട് അതിനുശേഷമാണ് അത്രേ ഈ പിതൃബലി എന്നുള്ളതായ കർമ്മം ഭൂമിയിൽ ആരംഭിച്ചത്. ഇതൊരു പുരാണ കഥയാണ്. ഇതിന് ഐതിഹ്യത്തിന്റെ ഒരു പഴമയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും പുരാണ കഥയ്ക്ക് വലിയ പ്രസക്തിയും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. എങ്കിൽ തന്നെയും ഇതിന്റെ ഒരു പ്രാരംഭം, ഈ പിതൃബലി ആരംഭിച്ചത് ഈ പുരാണ കഥയിൽ നിന്നാണ് എന്നും പറയപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും മന്ത്രത്തോടു കൂടിയിട്ടാവാം, മന്ത്രത്തോടു കൂടി അല്ലാതെ അവരവരുടെ സങ്കല്പങ്ങളിൽ നിന്നാവാം. ഈ പിതൃകളെ സംബന്ധിച്ച് പിതൃപ്രീതി വരണം എന്ന് കാംക്ഷിച്ചുകൊണ്ട് വെക്കുന്ന ഓരോ ബലിപിണ്ഡങ്ങളും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അത് വളരെ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവുക. 7 ബ്രാഹ്മണരെ വിളിച്ച് നിമി മഹാരാജാവ് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത കർമ്മം എന്നുള്ളത് കൊണ്ടാണ് അത്രേ ആ കർമ്മത്തിന് പിന്നീട് ശ്രാദ്ധം എന്ന പേര് വരികയുണ്ടായത്. അപ്പൊ ഭക്തി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മം എന്നത്രേ ഇതിന്റെ ഒരു ലഘുരൂപം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കവ്യാന്നം, ചോറ് പാകം ചെയ്ത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് എന്നുള്ളതാണ് അതിനർത്ഥം. ദേവന് കൊടുക്കുന്നത് ഹവിഷും പിതൃക്കൾക്ക് കൊടുക്കുന്നത് കവ്യാന്നവും എന്നൊരു സങ്കല്പം. അരി തിളപ്പിച്ച് ജലാംശം മുഴുവൻ വറ്റി ജലാംശത്തോടുകൂടി ജലാംശത്തെ മുഴുവൻ ഉൾക്കൊണ്ട അന്നം എന്നുള്ള വാക്കാണ് ഹവിഷ് എന്ന വാക്കിന്. ക്ഷേത്രത്തിൽ നിവേദ്യം അല്ലെ, തിടപ്പള്ളിയിലൊക്കെ നിവേദ്യം വെക്കുന്നതിന്റെ സമ്പ്രദായം അങ്ങനെയാ. കവ്യാന്നമാകുമ്പോ വെള്ളത്തിൽ അരി തിളപ്പിച്ച് അതിൽ നിന്ന് വാരിയെടുത്തത് എന്നുള്ളതാണ്. വെള്ളം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത അന്നം എന്നുള്ളതാണ് അതിനർത്ഥം. ആ അന്നം വേണം അത്ര പിതൃക്കൾക്ക് കൊടുക്കാൻ. അതിനോടുകൂടി എള്ള, ചെറുള പുഷ്പം എന്നിവ ചേർക്കും. ഇനി ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായ പാലും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള ഹവിഷുകൾ ഉരുട്ടി പിതൃക്കൾക്ക് വയ്ക്കുന്ന ഒരു സമ്പ്രദായവും കാണാറുണ്ട്. തേൻ ചേർത്ത പിതൃക്കളെ തർപ്പണം ചെയ്ത് അല്ലെങ്കിൽ പിതൃക്കൾക്ക് ബലിപിണ്ഡമായി സമർപ്പിച്ച കഥയെല്ലാം തന്നെ രാമായണത്തിലെ ചില സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിലെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ദേശകാലാടിസ്ഥാനത്തിലെ ഭേദമാണെന്നും എന്തായാലും നിമി മഹാരാജാവ് തുടങ്ങിവെച്ച ശ്രദ്ധയോടു കൂടിയിട്ടുള്ള കർമ്മം എന്നാണ് ശ്രാദ്ധം എന്ന വാക്കിന് അർത്ഥായത്. ബലികർമ്മങ്ങളൊക്കെ തന്നെ, ബലി എന്ന വാക്കിന് ബലപ്പെടുത്തുന്ന കർമ്മം എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. പലർക്കും ബലികർമ്മം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ തെറ്റിദ്ധാരണ അത് ഏതോ ഒരു മൃഗബലിയുമായി ബന്ധപ്പെട്ട കർമ്മം എന്നാണല്ല.
ആ വാക്ക് ധാരാളം വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വാസ്തുബലി, ഗൃഹം അല്ലെ, ഗൃഹപ്രവേശമൊക്കെ ചെയ്യുമ്പോൾ വാസ്തുബലിക്ക് വളരെ പ്രാധാന്യമുണ്ട്. സർപ്പദോഷങ്ങളൊക്കെ തീരാൻ സർപ്പബലി എന്നുള്ള കർമ്മവും നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ശ്രീഭൂതബലി, ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീബലി, അതിന്റെ വിപുലമായ രൂപമായിട്ടുള്ള ഉത്സവ സമയത്ത് നടക്കുന്ന ശ്രീഭൂതബലി, അതിന്റെ ലഘുരൂപം, ഹവിഷ്യാന്നം ബലിക്കല്ലിൽ പോകുന്ന, അവിടെയും ബലിക്കല്ല് എന്ന പദം ഉപയോഗിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ബലപ്പെടുത്തുന്നത് എന്തോ അത് ബലി എന്ന വാക്കിന് അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ പിതൃ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൂർവ്വപിതാമഹന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി, മരണപ്പെട്ടു പോയ യാതൊരുവരുടെയും അനുഗ്രഹം സിദ്ധിക്കാൻ വേണ്ടി അവരുടെ അനുഗ്രഹത്തെ ബലപ്പെടുത്തുന്ന ഒരു കർമ്മം എന്നേ ഉള്ളൂ പിതൃബലി എന്ന വാക്കിന്റെ അർത്ഥം. ഇതാണ് ഇതിന്റെ മാഹാത്മ്യ കഥ. ഇത് പുരാണത്തിലൊരു കഥാസന്ദർഭമാണ്. ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമർപ്പണം ചെയ്യുന്ന നമുക്കൊക്കെ, അല്ലെങ്കിൽ ശ്രാദ്ധം അനുഷ്ഠിക്കുന്ന നമ്മളൊക്കെ ഈ ഒരു മാഹാത്മ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.